ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് നാട്ടുകൂണ് കിട്ടി. നാട്ടുകൂണ് എന്താണെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഈ പാലക്കാട് കൊല്ലത്തോട്ടൊക്കെ ഒരുതരം നാട്ടുകൂണ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അത് പറിച്ചുകൊണ്ട് വന്നു രാവിലെ കുറച്ച് മുന്നേ കൊണ്ടുവന്നത്. അപ്പോൾ അതിന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. മസാലക്കറിയാണ് ഇവിടെ കൂടുതലും വെക്കാറ്. അതിന് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് നല്ലപോലെ മൂക്കണം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ മൂപ്പിക്കണം. ഇതൊന്ന് ഈ നിറമായി കഴിഞ്ഞാൽ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കേട്ടോ, മല്ലിപ്പൊടി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എരിവ്, ഒരു ശകലവും കൂടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് എല്ലാവരുടെയും ഇട്ടിട്ട് ഇടുക കേട്ടോ. നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക, ആ ഒരു പച്ചമണം മാറുന്നത് വരെ. പിന്നെ അതിലോട്ട് ഒരു ശകലം ചിക്കൻ മസാല, ഗരം മസാല ഇടേണ്ടവർക്ക് ഗരം മസാല ഇടാം. ചിക്കൻ മസാലയാണ് വേണ്ടുന്നത് എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഇടാം. മസാല കരിയരുത്, തീ കുറച്ച് വയ്ക്കുക. നേരത്തെ നല്ലപോലെ മൂപ്പിക്കുക. ഇതാണ് കേട്ടോ കൂണ്. ഈ കൂണിനെ നമ്മൾ കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പുറത്തേക്ക് പോകാതെ നോക്കുക. ഒന്നിടും പ്ലീസ്. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ വേവിക്കുക. ഞാൻ തന്നെയാണ് ക്യാമറാമാനും എഡിറ്ററും എല്ലാം, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് കാണാനുള്ളത്. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് മസാല കുറച്ചേ പാടുള്ളൂ കേട്ടോ. എന്താണെന്നറിയോ, മസാല കൂടുതലിട്ട് കഴിഞ്ഞാൽ നാട്ടുകൂണായതുകൊണ്ടിട്ട് ഈ കൂണിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മസാല കുറച്ചേ ഇടാൻ പാടുള്ളൂ. നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ കേട്ടോ. ഇത് അടച്ച് വെച്ചിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മളിത് 5 മിനിറ്റ് 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചിട്ട് 10 മിനിറ്റ് കേട്ടോ അടച്ച് വെച്ച് വേവിച്ചിട്ടുള്ള പരുവാണിത്. പിന്നെ വെള്ളത്തോടുകൂടി വേണ്ടുന്നവർക്ക് ഇങ്ങനെ വെള്ളത്തോടുകൂടി തന്നെ എടുക്കാം. അല്ല ഒന്ന് വറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ചാറ്. ഇതിനെ ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് വറ്റിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് എടുക്കാം, അങ്ങനെ എടുക്കാം. പിന്നെ ഇത് ഇവിടെ വേറൊരു രീതിയിലും വയ്ക്കും കേട്ടോ. വെറുതെ ഉള്ളിയും നമ്മുടെ ഉണക്കമുളകില്ലേ, വറ്റൽമുളക്, ആ മുളകും കൂടെ അരച്ചിട്ട് വെറുതെ ഇതിനകത്തേക്കിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കും. നല്ലപോലെ വേവിച്ച് പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ മുകളിൽക്കൂടി ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. നാടൻ കൂണാണല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തരം കൂണല്ലേ, നമ്മുടെ തൊടിയിലുണ്ടായിട്ട് അവിടെ നിന്ന് പറിച്ചെടുക്കുന്ന കൂണാണ്. ഞാൻ കൂണിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അവസാനത്തെ സമയത്ത് കാണിച്ചു തരാം. ഇതാണ് വെന്ത് വന്ന കോലമാണ് കേട്ടോ. ഇത് വെന്ത് ശരിക്കും സംഭവം. ഇനി ഒന്നും കൂടി നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റും കൂടി വേണമെങ്കിൽ ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അടച്ച് വയ്ക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു പാത്രം കൊണ്ടാട്ടോ അടയ്ക്കുന്നത്. ഇത് വെന്തു കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക്
ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളത്ത് കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, പച്ച വെളിച്ചെണ്ണ. എന്നാൽ നല്ല ടേസ്റ്റാണ്. തീ ഓഫ് ചെയ്തു. പിന്നെ വെളിച്ചെണ്ണ ഒരു ഇത്രയും വെളിച്ചെണ്ണ ഉണ്ടോ, ഇങ്ങനെ വട്ടം ചുറ്റിച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുക. കറി റെഡി. കൂണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല മണമാണ് കേട്ടോ.